ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ല എന്ന മുൻ മന്ത്രി VS സുനിൽകുമാർ. ചേലക്കരയിലെ BJP നേതാവും ഭാര്യയും തൃശൂരിൽ വോട്ട് ചെയ്തതിന് തെളിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ നേതാവ് KR ഷാജി പരവൂരിലെ നടത്തറയിലെ ഒരു വോട്ടറാണ്. അയാൾ ഇവിടെ ഇൻലാൻഡ് ഉദയ ഫ്ലാറ്റിൽ 1119, 1121 നമ്പറിൽ അയാളുടെ ഭാര്യ വോട്ടർമാരായിട്ട് ഇവിടെ വന്നിരുന്നു. ഇപ്പോൾ അവർ രണ്ടുപേരുടെ വോട്ട് എവിടെയാണ്? വീണ്ടും വരവൂരിലെ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് വന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവരുടെ ഓർഡിനറി റെസിഡൻസി ആയിരുന്നില്ല എന്നാണ് അർത്ഥം. അല്ലാതെ അവരോട് വോട്ട് ചെയ്തത് തെറ്റാണോ ശരിയാണെന്നുള്ളതിനേക്കാൾ ഉപരി അവരോട് വന്നത് ഇവിടുത്തെ ഇലക്ഷനെ സ്വാധീനിക്കാൻ വേണ്ടി BJP വളരെ ബോധപൂർവം ഓർഗനൈസായി, അതായത് വെൽ ഓർഗനൈസ്ഡ് ആയ രീതിയിൽ ഭരണത്തിൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും എല്ലാ സംവിധാനവും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ മാനിപ്പുലേറ്റഡ് വിക്ടറി ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ള വസ്തുത തന്നെയാണ്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങൾ തെറ്റാണെന്ന് CPI നേതാവും LDF സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാർ. ചേലക്കരയിലെ BJP നേതാവായ KR ഷാജിക്കും ഭാര്യയ്ക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിലായിരുന്നു വോട്ട്. തൃശൂരിലെ ഒരു ഫ്ളാറ്റിന്റെ മേൽവിലാസം നൽകിയാണ് വോട്ടർ ID കാർഡ് വരെ മാറ്റിയെടുത്തതെന്ന് സുനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വരവൂരിലെ നടത്തറയിലാണ് വോട്ട്. BJP ആളുകളെ കൂട്ടത്തോടെ തൃശൂരിലേക്ക് കൊണ്ടുവന്ന് വോട്ട് ചേർക്കുകയായിരുന്നെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നതായും സുനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ചേലക്കര ഇപ്പോൾ ഇവര് BJPക്കാർ പറയുന്ന കാര്യം, ഞങ്ങൾ ഇവിടെ അങ്ങനെ വോട്ടുകളും ചേർത്തിട്ടില്ല. അപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം പറയുന്നതിന് നിങ്ങൾ തെറ്റാണ്. ശരിയാണ്, ഞാൻ സുരേഷ് ഗോപിയെ ഞാൻ വീണ്ടും ആവർത്തി പറയുകയാണ്. സുരേഷ് ഗോപി ഇവിടെ വോട്ട് ചേർത്തു എന്നുള്ളതിൽ ഞാനൊരിക്കലും അദ്ദേഹത്തിന് തെറ്റ് പറയുന്നില്ല. കാരണം അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് കുറേ കൊല്ലം ഇവിടെ താമസിക്കുന്നു എന്ന് പറയുന്നു. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളൊക്കെ ഇവിടെ വന്ന് അതിൽ വോട്ട് ചേർക്കുന്നു പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റും. അയാളോട് ജയിച്ച സ്ഥാനാർത്ഥിയില്ലേ? അയാൾ അനിയൻ്റെ ഭാര്യയൊക്കെ വോട്ട് ചെയ്തിരിക്കുന്നു. ഞാൻ അതിന് ചലഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ BJPയുടെ എത്ര നേതാക്കന്മാർ ഇതുപോലെ മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.